Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഈ വലിയ ശുശ്രൂഷ, ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ വലിയൊരു ശുശ്രൂഷയാണ്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ അനന്തമായ കൃപ സ്വീകരിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരും കരങ്ങളൊന്ന് കൂപ്പിക്കേ, കണ്ണുകളടച്ച്. ഈ ശുശ്രൂഷ സമയം ദൈവം നിന്നിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയം മനസ്സിലൊന്ന് ഓർത്തേ. കർത്താവേ, ഇപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം സംഭവിക്കട്ടെ. സത്യമായും അങ്ങ് ഇന്നും ജീവിക്കുന്നുവെന്ന് ദൈവജനത്തിന് സാക്ഷ്യം കൊടുക്കാൻ തക്കവണ്ണം കർത്താവെ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കണമേ. ആ വലിയ വിശ്വാസത്തോടുകൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചേ, യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ, ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കയ്യൊക്കെ അടിച്ച് ചേർന്ന് പാടാം സന്തോഷത്തോടെ. പോരാ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ കൃപ ഇനി നിൽക്കുന്ന സ്ഥലത്തേക്ക് സംഭവിക്കുന്നു. ആഗ്രഹിച്ച് കൈയടിച്ച് പാടാം. ആദിചൈതന്യമേ, ആമേൻ. ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണേ, പറന്നിറങ്ങണമേ. ഒന്ന് പാടിക്കേ, പാടിക്കേ. ആത്മചൈതന്യമേ, ഓ പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച്. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസേ. ആദ്യ നൂറ്റാണ്ടിൽ പന്തക്കുസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ദൈവമക്കൾ ഹല്ലേലൂയ, ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഹല്ലേലൂയ, ശക്തി വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വലിയൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേ കൈകളൊക്കെ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് പറയൂ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ ഇരുന്നേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്നത് ശക്തമായി നമ്മളെ ആശ്വസിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 27-ാം തിരുവചനമാണ്. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ദേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും വിശുദ്ധ ഗ്രന്ഥം ഇപ്പോൾ സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങളിൽ അസ്വസ്ഥരാണ്, പല കാര്യങ്ങളിൽ ഭയപ്പെട്ടിരിക്കുന്നു. നിന്റെ അസ്വസ്ഥതയോടും ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയോടും ഇതാ ഇന്ന് ഈ ദൈവവചനം അതിശക്തമായി ഒരു അത്ഭുത ഉറവയാണ് സൃഷ്ടിക്കുന്നത്.
സത്യമായും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ എന്തോരം കാര്യങ്ങളാണ് നമ്മളെ ഭാരപ്പെടുത്തുന്നത്, അസ്വസ്ഥപ്പെടുത്തുന്നത്, അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവൻ പള്ളിയിൽ പോകുന്നില്ല, ഇവനിപ്പോൾ ജീവിതത്തോട് തന്നെ താല്പര്യമില്ല, വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുവാണ്. അച്ഛാ, ഒരു മനുഷ്യരോട് വർത്തമാനം പറയത്തില്ല, ഇവൻ്റെ ഒരു നല്ല പ്രായമല്ല, ഇവൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താവും? അപ്പം ഞാൻ ഇവനോട് സംസാരിച്ചു വന്നപ്പോൾ ഇവൻ പറഞ്ഞ കാര്യം, അച്ഛാ, എൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഞാൻ വീടിന് പുറത്തിറങ്ങിയാൽ വീട്ടുകാരുടെ ചോദ്യം, നാട്ടുകാരുടെ ചോദ്യം, ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്കില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ആരുടെ മുഖത്ത് നോക്കാറില്ല, ആരോട് സംസാരിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവൻ കുറച്ചു നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അത് കിട്ടാതെ പരാജയപ്പെട്ട് വീടിനുള്ളിലിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടും ഈ ജോലി എന്നാണ് ഇവൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇവൻ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്, ഈ ജോലി കിട്ടണം. പക്ഷേ ഇവൻ പുറത്തിറങ്ങുമ്പോൾ, പള്ളി ചെല്ലുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നു, ഒന്നും ആയില്ലേ? കുറേ നാളായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം? ഒന്നും ആയില്ലേ? ഇനിയിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നന്നാകാൻ പോകുന്നില്ലല്ലേ? ഇപ്പം പറയാണ്, വീട്ടുകാരുടെ ചോദ്യം, റോട്ടിലിറങ്ങിയ നാട്ടുകാരുടെ ചോദ്യം, പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചോദ്യം. അച്ഛാ, ഞാൻ മടുത്തു. മറ്റൊരു പെൺകുട്ടി കല്യാണപ്രായമെത്തി, ഒരു ഡോക്ടറാണ്. അവൾ വിവാഹ ആലോചനകളുമായിട്ട് കുറേ നാളുകളായി ജീവിക്കുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാനിപ്പോൾ പള്ളി പോക്കൊക്കെ നിർത്തിയിരിക്കുകയാണ്. കാരണം പള്ളിയിൽ കുർബാന കഴിയുമ്പോഴത്തേക്ക് നാട്ടുകാരുടെയൊക്കെ ചോദ്യം ഇങ്ങനെയാണ്, ഒന്നും ആയില്ല ഇതുവരെയായിട്ടും, കുറേ നാളായല്ലോ കല്യാണ ആലോചനകൾ നടത്തുന്നു, ഇനി വേറെ വല്ല ബന്ധമുണ്ടോ? ഇനി വേറെ വല്ല കുഴപ്പമുണ്ടോ? അച്ഛാ, എന്തോരം ചോദ്യങ്ങളാണ്, എന്തോരം ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ നടുവിൽ ഭാരമാണ്. അതുകൊണ്ട് ആരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. പൊതുവെ ഈ വിദേശത്ത് പോയിട്ട് നാട്ടിൽ വരുന്നവരുണ്ടല്ലോ, അവധിക്ക് വരുന്നവരോട് 2 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒന്നും കൊണ്ടുവന്നില്ലേ? നാട്ടിലെ അവധിക്ക് വരുമ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഒന്നും കൊണ്ടുവന്നില്ലേ? എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഇനി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ഇനി എന്നാണ് തിരിച്ചു പോകുന്നത്? വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് അനേകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭാരപ്പെട്ട് സ്വസ്ഥത കിട്ടാതെ വലയുന്നവർ അനേകരുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിച്ചു നോക്കി, നിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം നിന്നോട് ചോദിച്ചതിൻ്റെ പേരിൽ നീ ഭാരപ്പെട്ടിരിക്കുവാണോ? നിൻ്റെ ഹൃദയം അസ്വസ്ഥപ്പെട്ടിരിക്കുവാണോ? എങ്കിൽ ഈ ശുശ്രൂഷ നിനക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനം പറയുന്നു, നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട. ഒരു പക്ഷേ ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് വെറുതെ ഒരു മോട്ടിവേഷൻ ടോക്ക് പോലെ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ്റെ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? നമുക്ക് 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഭയങ്കര എനർജി ആയിട്ട് തോന്നും, ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. എന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലാവും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം, ഇത് വെറും ഒരു മോട്ടിവേഷൻ ടോക്കാണോ? നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട എന്ന് പറയുമ്പോൾ, കൊള്ളാം, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി വെറുതെ മാറ്റിവെക്കേണ്ട ഒരു മോട്ടിവേഷൻ ടോക്കല്ല. മറിച്ച് ഇത് അനുദിന ജീവിതത്തിൽ പ്രായോഗികമായി പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നത്. ജോൺ ചാപ്റ്റർ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഇപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, തൊട്ടടുത്തൊരു കുഞ്ഞു വചനം കൂടെ എഴുതിയിട്ടുണ്ട്, എന്നിലും വിശ്വസിക്കുവിൻ. ആരാ പറയണേ? ഈശോ പറയാണ്, നിങ്ങൾ എന്നിലും വിശ്വസിക്കുവിൻ. നമുക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടല്ലേ? എല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണല്ലോ. ദൈവം സർവശക്തനാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവം എല്ലായിടത്തും ഉണ്ട് എന്നിങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അങ്ങനെ നീ വിശ്വസിച്ചാൽ പോരെന്ന്. ദൈവവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദൈവമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, മറിച്ച് തൊട്ടടുത്ത കാര്യം നിങ്ങൾ എന്നിലും വിശ്വസിക്കുവിൻ. ഈശോ പറയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം സർവശക്തനാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവം കരുണാമയനാണ് എന്നിങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ഈ അടുത്ത നാളിൽ കണ്ടുമുട്ടിയ മറ്റൊരു ചെറുപ്പക്കാരൻ, അവൻ അവൻ്റെ കുടുംബജീവിതത്തിൽ അല്പം പ്രതിസന്ധിയിലാണ്. ഭാര്യ പിണങ്ങിപ്പോയിരിക്കുന്നു, ചില വ്യക്തിപരമായ ഇഷ്യൂസിലാണ്. സംസാരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ പള്ളിയിൽ പോകാറില്ല, കുടുംബ പ്രാർത്ഥനയില്ല, എനിക്കിതിലുള്ള വിശ്വാസമൊക്കെ പോയി. പക്ഷെ ഇവൻ പറയുകയാണ്, ഞാൻ എല്ലാ മാസവും 2 ദിവസം വേളാങ്കണ്ണിക്ക് പോകും. എല്ലാ മാസവും 2 ദിവസം വേളാങ്കണ്ണിക്ക് പോകും. എന്നിട്ട് ഇവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധ കുർബാന താല്പര്യമില്ല, കൂദാശകൾ താല്പര്യമില്ല, പക്ഷെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഇത്രയും വേളാങ്കണ്ണിക്ക് പോകുന്ന എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ? ഇതാണ് ഇവൻ്റെ ചോദ്യം. ഇവിടുത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച പോരെന്ന്, മറിച്ച് എന്നിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു എന്ന് പറയുന്നൊരു വ്യക്തിയോടുള്ള ബന്ധമാണ് നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിലുള്ള അസ്വസ്ഥത മാറ്റുന്നത്. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ആ വലിയൊരു വ്യക്തി ബന്ധത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത് യേശു എന്ന് പറയുന്നൊരു വ്യക്തിയിലൂടെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം, നമുക്ക് വളരെ പരിചിതമായ ദൈവവചനം 16-ാം തിരുവചനം, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിപരമായ ബന്ധം വരച്ചു കാണിക്കുമ്പോൾ നമ്മളോട് പഠിപ്പിക്കുന്നൊരു കാര്യം, നിത്യജീവൻ എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും ജീവിതം മുഴുവൻ നയിക്കുന്നത് ഈ നിത്യജീവനെക്കുറിച്ചാണ്. ഈ ഭൂമിയിൽ നമ്മൾ നേടുന്ന കാര്യങ്ങളിലെക്കുറിച്ചല്ല, മറിച്ച് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ബന്ധം ഒരു വ്യക്തി ഉള്ളിൽ സ്വീകരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്, ഭയം മാറുന്നത്. അതല്ലാതെ ദൈവം സർവശക്തൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്നാൽ പോരാ. യേശു എന്ന് പറയുന്നൊരു വ്യക്തിയോടുള്ള ബന്ധം നമ്മൾ നിലനിർത്താൻ, ആ ബന്ധത്തിൽ വളരാനായി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആരുമായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതാവസ്ഥ എത്ര തകിടം പറഞ്ഞതായിക്കൊള്ളട്ടെ, എത്ര വലിയ കുഴിക്കകത്തായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാവും, ആർക്കും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ല, ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, നീ തകർന്നു പോയെന്ന് ചിന്തിക്കും. എന്നാൽ ഇതാ ഈ ശുശ്രൂഷ നിന്നോട് പറയുന്ന കാര്യം, നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയും യേശുവെന്ന് പറയുന്നൊരു വ്യക്തിയോട് ചേർത്ത് നീ ചിന്തിച്ചാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. കാരണം ഈശോ പറഞ്ഞതും പഠിപ്പിച്ചതും മുഴുവൻ നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. നമ്മുടെ ഇന്നത്തെ സങ്കടം മുഴുവൻ എന്തിനെക്കുറിച്ച് ഓർത്തിട്ടാ? ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സങ്കടം മുഴുവൻ ഈ ഭൂമിയിൽ നമ്മൾ നേടിയ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമോ എന്നിങ്ങനെയാണ്, അല്ലേ? ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, പള്ളിയിൽ പോകുന്നില്ല. കാരണം എന്താ? അവൻ്റെ പേര് നാട്ടുകാരെപ്പോഴും ഇങ്ങനെ, നീ ഇപ്പോൾ ഇങ്ങനെ നടക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ അവൻ്റെ പേരും പ്രശസ്തിയും, അവൻ്റെ കുടുംബം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? അത് ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുത്ത കുറേ പേരുകളാണ്, കുറേ നേട്ടങ്ങളാണ്. ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തകിടം മറിയും. ഈ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം നമ്മൾ നേടിയിട്ടുണ്ടോ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ഓരോരോ കാര്യങ്ങളും ചിന്തിച്ചോ. നമ്മൾ നേടിയ കുറേ പൈസ, നമ്മൾ നേടിയ കുറേ അധികാരം, നമ്മൾ നേടിയെടുത്ത കുറേ അംഗീകാരം, നമ്മളെക്കുറിച്ച് നാട്ടിലുള്ള ഒരു സൽപ്പേര്, ഏത് കാര്യവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. യേശു പഠിപ്പിക്കുന്നത് നിത്യമായ ജീവിതത്തെക്കുറിച്ചാണ്. യേശു നമ്മളെ സ്നേഹിക്കുന്നതും അത്തരത്തിലുള്ളൊരു സ്നേഹമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ.
മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്ന എന്തിൻ്റെ പേരിലാണ്? നമുക്കെന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്, അല്ലേ? നമുക്കെന്തുണ്ട്? ഉള്ളതിനെയാണ് മനുഷ്യർ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അധികാരമുണ്ടെങ്കിൽ കുറേ ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് കുറേ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ കയ്യടിക്കാനും പാട്ടുപാടാനും കുറേ ആളുകൾ വരും. നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ നിങ്ങളെ പുകഴ്ത്തുവാനും നിങ്ങളെ വലിയ സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടു നടക്കാൻ ആളുകളുണ്ട്. ഇതൊക്കെ കയ്യിൽ നിന്ന് പോയാലോ? അധികാരം പോകുമ്പോൾ, പണം പോകുമ്പോൾ, സൗന്ദര്യം പോകുമ്പോൾ ഒരു കറിവേപ്പില പോലെ ഇതേ ആളുകൾ മാറ്റിയിടും. എന്നാൽ ഈശോ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് എന്ത് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല, മറിച്ച് നീ എന്ന ഒരു വ്യക്തിയാണ്. എന്താ അതിൻ്റെ മെച്ചം? നമുക്കൊന്നും ഇല്ലെങ്കിലും പേടിക്കണ്ട, ഈശോയ്ക്ക് നമ്മളെ അത്രമേൽ സ്നേഹമാണ്. നമുക്ക് എന്തുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചല്ല, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈശോ സ്നേഹിക്കുന്നത്. ഇതൊരു വ്യക്തി ബന്ധമാണ്. ഈ ബന്ധത്തിൽ ആഴമായിട്ട് വളരുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം കുറയും, ഭയം മാറും. ഇന്നത്തെ ഈ അധ്യായം, 14-ാം അധ്യായം, നിങ്ങൾക്കൊരു ഹോംവർക്ക് പോലെ പറയട്ടെ. 14-ാം അധ്യായം ഒരു കുഞ്ഞധ്യായമാണ്. സമയം കിട്ടുമ്പോൾ ശാന്തമായിട്ട് വായിച്ചാൽ ഒത്തിരി അഭിഷേകം ഇന്നത്തെ ഈ വചന വായനയിൽ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഹൃദയത്തിൽ ഭാരവുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വായിക്കൂ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. ഓരോ വചനവും നിന്നോടാണ് സംസാരിക്കുന്നത്. പത്രോസ്ലീഹായുടെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ. പത്രോസ്ലീഹ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 36-ാം തിരുവചനം. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ്ലീഹായുടെ ഒരു ചോദ്യം, വേർ ആർ യു ഗോയിങ്? അതിൻ്റെ ഉത്തരമാണ് ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു എന്ന് പറയുന്നൊരു വ്യക്തി നൽകുന്ന ഒരു ഉത്തരം. ഇത് പത്രോസ്ലീഹ മാത്രമല്ല, വേർ, എവിടെ എന്നുള്ളൊരു ചോദ്യം മാത്രമല്ല, വാട്ട്, എന്താകുന്നു. പീലിപ്പോസ്, തോമസ് എന്ന് 2 വ്യക്തികളും കൂടെ ചോദിക്കുന്നുണ്ട്. 14-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? എങ്ങനെ അറിയും? എങ്ങനെ? ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാനെന്നൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. ഇതാ 8-ാം തിരുവചനത്തിൽ, 14-ാം അധ്യായം 8-ാം തിരുവചനം, പീലിപ്പോസ് പറഞ്ഞ്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. കാണിച്ചു തരിക. ആബാ പിതാവ് ആരാണെന്നൊക്കെയുള്ള ചോദ്യമാണ്. ഹൂ ഈസ് ഇറ്റ്? വചനം പഠിപ്പിക്കുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. വലിയൊരു ബന്ധത്തെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, വലിയൊരു ബന്ധം. എൻ്റെ പ്രിയരെ, ഈ ബന്ധം ഇന്ന് എന്നോടും നിന്നോടും പറയുന്ന കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു ഹൃദയത്തിൻ്റെ ഭാരവും ഭയവും മാറുവാൻ ഞാൻ ചെയ്യേണ്ട കാര്യം യേശു എന്ന് പറയുന്നൊരു വ്യക്തിയോടുള്ള ബന്ധം. പത്രോസ് ചോദിച്ചു, എവിടേക്ക് പോകുന്നു? തോമസ് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യും? പീലിപ്പോസ് ചോദിച്ചു, കാണിച്ചു തരിക. 100,000 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിൻ്റെ ജീവിതത്തിൽ യേശുവിനോടുള്ള ബന്ധം. ഒരിക്കലും നഷ്ടപ്പെടാത്ത, പൊട്ടിപ്പോകാത്ത ഒരു ബന്ധം. ഈ ബന്ധത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 14:27 ഹൃദയത്തിൽ പലതവണ ആവർത്തിച്ച് പറയുക, ഹൃദയം അസ്വസ്ഥമാകേണ്ട, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നിൻ്റെ മേൽ അത്ഭുതകമായ ദൈവിക പ്രവർത്തികളിലേക്ക് വഴിതെളിക്കും. മുട്ടുകുത്തി ആരാധനയിൽ പങ്കെടുക്കാൻ പോവാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന.
രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന കർത്താവേ, ഓ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആരാധന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം കർത്താവേ. ആരാധന 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കൃത്യമുത്തരം 14-ാം അധ്യായം 1-ാം തിരുവചനം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ പരിശുദ്ധ അൽത്താര നമ്മളെ ക്ഷണിക്കുന്നത് ഈ വലിയ വിശ്വാസ ബന്ധത്തിലേക്കാണ്. ഈശോ നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്? നിത്യം നിലനിൽക്കുന്നൊരു ബന്ധത്തിലേക്ക് ഈശോ ക്ഷണിക്കുമ്പോൾ ഇന്നോ നാളെയോ ഈ മണ്ണിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലാണോ നിന്റെ ജീവിതത്തിലെ ബന്ധം കിടക്കുന്നത്? അതോ നിത്യമായ ജീവിതമാവുന്ന യേശു നൽകുന്ന ബന്ധത്തിലാണ്? നീ വ്യക്തമായി തിരിച്ചറിയണം. യേശുവാകുന്ന ബന്ധത്തിൽ വേണം ബാക്കി എല്ലാ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ. ഏത് കാര്യത്തിലാണ് സങ്കടം? ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ഏതെങ്കിലും കമന്റ്, ഏതെങ്കിലും ഡയലോഗുകൾ, ഏതെങ്കിലും ആശയങ്ങൾ നിന്റെ തലയ്ക്കകത്ത് നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഇതാ ഈശോ നിന്നോട് പറയുന്നു, പ്രിയപ്പെട്ട മകനെ മകളെ, മനുഷ്യര് പറയുന്ന വാക്കുകളിൽ നിന്റെ ജീവിതം കുടുങ്ങിക്കിടക്കരുത്. മറിച്ച് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് വേണ്ടി സ്വർഗം ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ഈ അൾത്താര നിന്നെ പഠിപ്പിക്കുന്നു ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു ബന്ധത്തെക്കുറിച്ച്, അനശ്വരമായൊരു കൃപയെക്കുറിച്ച്. ഈ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു ബന്ധം യേശു നിനക്ക് വേണ്ടി നൽകുന്നു. ഈശോ നിന്നോട് പറയുന്നു, മകനെ മകളെ, നീ ഭയപ്പെടേണ്ട. കരങ്ങൾ ഇങ്ങനെ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ഈശോ പറയുന്നു, നിനക്ക് കേൾക്കാം, നീ ഭയപ്പെടേണ്ട മകനെ മകളെ. ഭയപ്പെടേണ്ട മകനെ മകനെ മകളെ, ആമേൻ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ കരയരുതേ ഇനി എൻ കൺമണിയേ, ആമേൻ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഈ വരികൾ ആവർത്തിച്ച് സ്വയം പറഞ്ഞു പാടിക്കേ. എന്റെ ദൈവമേ, അങ്ങനെ പഠിപ്പിക്കുന്നു. കരയരുതേ സ്വയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു കാര്യത്തിന്റെ പേരിലും കരയില്ല. മറിച്ച് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങാണ് എൻ്റെ സർവശക്തൻ. അങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ ഭയപ്പെടേണ്ട. ഞാൻ ഒരു വ്യക്തിയുടെ മുമ്പിലും ഭയപ്പെടില്ല, ഒരാശയത്തിന് മുമ്പിലും ഭയപ്പെടില്ല. ഈ ഭൂമി ജീവിതത്തിൽ ഒരു കാര്യത്തിന് മുമ്പിൽ ഭയപ്പെടാതെ, കർത്താവേ, നിവർന്ന് ജീവിക്കാൻ എനിക്ക് ശക്തി നൽകണമേ. കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. നിന്റെ ജീവിതത്തിലെ കർത്താവ് ഭരിക്കുന്നു, കർത്താവ് ഭരിക്കുന്നു, കർത്താവ് ഭരിക്കുന്നു. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ദൈവമേ, യേശുവേ, കരയില്ല ഇനി ഞാൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ സ്വയം വിശ്വസിക്കുക, ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, ഭയപ്പെടാതെ ജീവിക്കാൻ എനിക്ക് നൽകുന്ന ആശീർവാദം വിശ്വസിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ